ഈ SSFന്റെയും SKSSFന്റെയും പ്രവർത്തകർ പോലും ഇവിടെ നടന്ന പൂർണ്ണമായ പ്രസംഗം കേട്ടിട്ടില്ല എന്ന് 100% ഞങ്ങൾക്ക് ഉറപ്പാണ്. അവർക്കൊന്നേ ഉള്ളൂ, ഇതിനെ ഗണ്ണിക്കണം, ഞങ്ങൾ ജയിച്ചു എന്ന് ഞങ്ങൾക്കൊന്ന് മുദ്രാവാക്യം വിളിക്കണം. ഇവിടെ പോലും ഈ പ്രസംഗം നടക്കുമ്പോൾ പോലും ഒരു ലെറ്റർ പേഡിൽ തന്നു, ഞങ്ങൾക്ക് ചോദ്യം ചോദിക്കാനുള്ള അവസരമുണ്ടോ? നിങ്ങളോട് പറയാം, ശ്രദ്ധിച്ച് കേട്ടോളി. SKSSFന്റെയും SSFന്റെയും പ്രവർത്തകരോട്, ഇവിടെ ഇത് 1ാം ഖണ്ഡന പ്രസംഗമാണല്ലോ, ഇത് ഇൻഷാ അല്ലാഹ് 10 ഖണ്ഡന പ്രസംഗം തുടരട്ടെ. എന്തിനു വേണ്ടിയെന്നറിയോ? ഒരു സംവാദത്തിൽ 3 മണിക്കൂറോ 4 മണിക്കൂറോ കൊണ്ട് ഇസ്ലാമിൻ്റെ എല്ലാ കാര്യം ചർച്ച ചെയ്യാൻ സാധ്യമല്ല. ഒരു 10ഓളം ഖണ്ഡന പ്രസംഗം ഇൻഷാ അല്ലാഹ് നടന്നോട്ടെ. അതിനുവേണ്ടി നമുക്ക് പെർമിഷൻ വാങ്ങാൻ വേണ്ടി ഒന്നിച്ചു പോകാം. 2 പേരും ഒന്നിച്ചു പോയി 10 ദിവസമോ അത് 20 ദിവസമോ നീണ്ടാൽ ഒരു ദിവസം വേണമെങ്കിൽ ഒരു ഗ്യാപ്പ് വെക്കാം, ക്ലിപ്പൊക്കെ മുറിക്കാൻ വേണ്ടി. എന്നിട്ട് നമുക്ക് 10 ഖണ്ഡന പ്രസംഗം നടത്താം. അവസാനം അതിൻ്റെ സമാപനം എന്ന രൂപത്തിൽ ഒരു സംവാദം തന്നെ നടത്താം ഇൻഷാ അല്ലാഹ്. ആ 10ഓളം ഖണ്ഡന പ്രസംഗത്തിന് നിങ്ങൾ തയ്യാറാക്കണം. എന്തിനു വേണ്ടിയെന്നറിയോ? ബഹളം ഉണ്ടാക്കാൻ വേണ്ടിയല്ല. ജനങ്ങൾ ദീൻ പഠിച്ചോട്ടെ. നിങ്ങളുടെ ഭാഗത്താണ് ഹക്ക് ഉള്ളതെങ്കിൽ പൂർണ്ണമായും ഇവിടെയുള്ള ആളുകൾ നിങ്ങൾ എടുത്തോളി. ഇനി ഞങ്ങളുടെ ഭാഗത്താണ് ഹക്കെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ കൊണ്ടുവരും. അതിന് അല്ലാഹു ഞങ്ങളെ കാരണക്കാരാക്കുമെന്ന് മാത്രം. അതാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. നിങ്ങൾ നന്മയിലേക്ക് വരണം, നിങ്ങൾ തൗഹീദിലേക്ക് വരണം. നിങ്ങൾ ശിർക്ക് എന്താണെന്ന്, അതുപോലെ ബിദഅത്ത് എന്താണെന്നുള്ള ഒരു പഠനം, വൈജ്ഞാനികമായ ഒരു പഠനം ഇതുവരെ നിങ്ങൾ നടത്താറില്ല, നടത്തിയിട്ടുമില്ല. പല ആളുകളും ഉസ്താദുമാരുടെ പിന്നാലെയാണ്. ഞങ്ങളുടെ ഉസ്താദ് വഞ്ചിക്കില്ല എന്ന ഒരു അമിതമായ വിശ്വാസം എന്നതല്ലാതെ നിങ്ങൾക്ക് വേറൊരു പ്രമാണം കാണിച്ചു തരാൻ SSFന്റെയും SKSSFന്റെയും പ്രത്യേകിച്ച് നിങ്ങളുടെ പ്രവർത്തകരുടെ കയ്യിൽ ഇല്ല എന്ന് ഞങ്ങൾക്കറിയാം. മറിച്ച് നിങ്ങൾക്ക് എങ്ങനെയെങ്കിലും തോപ്പിക്കണം. അതരുത്. ഈ ജീവിതം പെട്ടെന്ന് അവസാനിക്കും. 60ലും 70ലും അവസാനിക്കുന്ന ഈ ജീവിതത്തിനിടയിൽ വെറും ഒരു മത്സരമായി പോയാൽ സഹോദരങ്ങളെ, പരലോകത്ത് ഒരാൾ പോലും കൂട്ടിനില്ലാത്ത നഫ്സി നഫ്സി എന്ന് പറയുന്ന ലോകമാണ്. അവിടെ ഒന്ന് രക്ഷപ്പെടണമെങ്കിൽ ഈ ദുനിയാവിൽ ചിന്തിക്കാനും ആലോചിക്കാനും അള്ളാഹു നൽകിയ അവസരമാണ് ഈ ഭൗതിക ലോകം. പരലോകത്ത് അതിനുള്ള അവസരമില്ല.